CN ഗ്ലോബൽ മൂവീസിന്റെ രണ്ടാമത്തെ ചിത്രം ആഘോഷത്തിന് തിരിതെളിഞ്ഞു. മുണ്ടൂരിലെ യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലാണ് പൂജാ ചടങ്ങുകൾ നടന്നത്. CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിൽ അമൽ കെ ജോബി തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ആഘോഷം. ചിത്രത്തിന്റെ പൂജയും സ്വിച്ച് കർമ്മവും ഫാദർ ഡോക്ടർ മാത്യു വാഴിയലിന്റെ പ്രാർത്ഥനയോടെയാണ് ആരംഭിച്ചത്. സംവിധായകൻ ലാൽ ജോസ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നടൻ വിജയരാഘവൻ ആദ്യ ക്ലാപ്പ് അടിച്ചു. ഏതായാലും ആഘോഷം നല്ല ആഘോഷമായി മാറട്ടെ. അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടാവണം. ആ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ടാവുമ്പോൾ ആളുകൾ ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവരറിയാതെ അവരിലേക്ക് നിങ്ങളുടെ ആശയങ്ങൾ ചെല്ലണം. അത് സംഭവിക്കട്ടെ. സിനിമ ഇതുപോലെ വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സമയത്ത് നടക്കാൻ തീരാനും പ്ലാൻ ചെയ്ത പോലെ തീരാനും നിങ്ങളുടെ ബജറ്റിൽ തന്നെ തീരാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതമായിട്ട് അങ്ങനെ ബന്ധപ്പെടുത്തിക്കുന്ന കാര്യമാണ്. എൻ്റെ ജീവിതം തന്നെ അഭിനയിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാൻ ജനിച്ചത് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മകനായിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നാടകം മൊത്തത്തിൽ ജനിച്ചു, വീട്ടിലുള്ളത് എല്ലാവരും അഭിനയിക്കുന്നു. പിന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റും. ഒരു വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിൽ ഈ ആഘോഷ സിനിമയിൽ എന്നെ അഭിനയിക്കാൻ ക്ഷണിച്ച എൻ്റെ പ്രൊഡ്യൂസറോടും എൻ്റെ ഡയറക്ടറോടും ബാക്കി കൂടിയിരിക്കുന്ന എല്ലാവരോടും എൻ്റെ സ്നേഹം നന്ദി. ചടങ്ങിൽ സിനിമാ താരങ്ങളും വൈദികരും അണിയറ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. കലാലയ പശ്ചാത്തലത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. ക്യാമ്പസിലെ രസച്ചരടുകൾ കോർത്തിണക്കുമ്പോൾ തന്നെ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകളും ഈ ചിത്രം സമ്മാനിക്കുമെന്ന് അണിയറക്കാർ പറയുന്നു. CN ഗ്ലോബൽ മൂവീസിന്റെ ബാനറിലെ രണ്ടാമത്തെ ചിത്രമാണ്. സ്വർഗം എന്ന സിനിമ ലോകം മുഴുവൻ ഏറ്റെടുത്തൊരു സിനിമ നമ്മൾ ആദ്യം ചെയ്തു. അത് എന്നോടൊപ്പം 15 പ്രവാസികളോട് ചേർന്നായിരുന്നു അത് ചെയ്തത്. ഈ രണ്ടാമത്തെ സിനിമയിലും ഞങ്ങൾ 7 പേര് ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്. ഡോക്ടർ പ്രിൻസ് പള്ളിക്കുന്നേൽ ഓസ്ട്രിയയിൽ നിന്നും, റോണി ജോസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും, അതോടൊപ്പം തന്നെ ദേവസി കുര്യൻ ബാംഗ്ലൂർ, ബൈജു SR ബാംഗ്ലൂർ, ആനി നെല്ലിക്കുന്ന എന്ന് പറഞ്ഞ ആൾ, അതോടൊപ്പം ജെസി മാത്യു, ജോർഡി തോമസ്, അത്രയും പേര്. നമുക്ക് നല്ല ഗാനങ്ങളുള്ള ഒരു നല്ല ക്യാമ്പസ് ചിത്രമാണ് ഞങ്ങൾ. നല്ല കഥയുണ്ട്, ഒത്തിരിയേറെ നല്ല ഹ്യൂമർ പിടിച്ച് കുട്ടികളെ യുവത്വത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഈ സിനിമ. എന്നാൽ നല്ല കഥയുമുണ്ട്. ലോകം മുഴുവൻ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് അമൽ. ഞാനിപ്പം ആഘോഷം എന്ന സിനിമയുടെ ഡയറക്ടറാണ്. ഇതിനു മുമ്പ് എൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ഗുമസ്തന് ശേഷം ഞാൻ CN ഗ്ലോബൽ മൂവീസിൻ്റെ ബാനറിൽ ചെയ്യുന്ന ഒരു സിനിമയാണ് ആഘോഷം. ഈ സിനിമ ആക്ച്വലി ഒരു ക്യാമ്പസ് മൂവിയാണ്. നമ്മളിപ്പോൾ പാലക്കാട് യുവക്ഷേത്ര കോളേജിൽ നമ്മളൊരു ഷൂട്ട് ആരംഭിക്കുന്നത്. ഇന്നതിൻ്റെ പൂജയായിരുന്നു. അപ്പം ഒട്ടേറെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. കാര്യം എല്ലാ പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആസ്വദിച്ചിരുന്ന തിയേറ്ററിൽ നിന്ന് എല്ലാ ഫാമിലിയൊപ്പം കാണാവുന്ന ഒരു ഹ്യൂമറാണേലും അല്ലെങ്കിൽ എല്ലാത്തരം എലമെൻസും ഉള്ള ഒരു പക്ക എൻ്റർടൈൻമെൻറ്റ് സിനിമയായിരിക്കും ആഘോഷം. അപ്പം എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ നമ്മൾ കാണുക, വിജയിപ്പിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നിവിടെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയുടെ സ്വിച്ച് ഓൺ കഴിഞ്ഞു. സിനിമയുടെ പൂജ, സിനിമ ഷൂട്ടിംഗ് ഇന്ന് തുടങ്ങുന്നു. ആഘോഷം എന്നുള്ള ടൈറ്റിൽ പോലെ തന്നെ ജീവിതത്തിൽ നടക്കാവുന്ന പല കാര്യങ്ങളും, സന്തോഷങ്ങളാവാം, ദുഃഖങ്ങളാവാം, അതിൻ്റെ പല സർപ്രൈസിങ് മൊമെൻറ്റുകളാവാം, സസ്പെൻസുകളാവാം, എല്ലാം അടങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ഈ ആഘോഷം. സോ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തും ഇത് തിയേറ്ററുകളിൽ എത്തുമ്പോഴും ഇതൊരു ആഘോഷമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. നരേൻ, ജെയിംസ് ജോസ്, വിജയരാഘവൻ, അജു വർഗീസ്, ജോണി ആന്റണി, ബോബി കുര്യൻ, ഷാജു ശ്രീധർ, റോണി ഡേവിഡ് രാജ്, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ് തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഡോക്ടർ ലിസി കെ ഫെർണാണ്ടസ്, ഡോക്ടർ പ്രിൻസ് പ്രോസി ഓസ്ട്രിയ, ഡോക്ടർ ദേവസ്യ കുര്യൻ, ജെസി മാത്യു, ലൈറ്റ് ഹൗസ് മീഡിയ USA, ജോർഡിമോൻ തോമസ്, SR ബൈജു എന്നിവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. വർഗീസ് തോമസ്, CB മാണി കുമാരമംഗലം, ബേബിച്ചൻ വർഗീസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് സപ്പോർട്ടേഴ്സ്. റോജോ തോമസ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിലെ സംഗീതം നിർവഹിക്കുന്നത് സ്റ്റീഫൻ ദേവസി, ഗൗതം വിൻസെന്റ് എന്നിവരാണ്. UTV ന്യൂസ്, പാലക്കാട്.